ഇതേതാ വർഷം? 2025 അല്ലേ? 2021 പരിചയപ്പെട്ട യുവ ഡോക്ടറെ വേടൻ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പരാതി. 2021 ചെയ്തപ്പോൾ, ഈ പീഡിപ്പിച്ചപ്പോൾ ആ യുവ ഡോക്ടറിന് അറിയില്ലായിരുന്നു അത് പീഡനമാണെന്ന്? ഓ, വേടൻ വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നല്ലോ അല്ലേ? അത് ഞാൻ മറന്നു. വിവാഹ വാഗ്ദാനം നൽകിയാലും പീഡനം തന്നെയല്ലേ? വാഗ്ദാനം നൽകിയത് കൊണ്ടായിരുന്നോ അന്ന് പീഡനമല്ലാതെ പോയത്? ഓ, അത് ഞാൻ ഓർത്തില്ല. ആദ്യം ഒരു പുലിപ്പല്ല് കേസായിരുന്നു വേടൻ്റെ പേരിൽ. അത് മാറി, അത് വേടൻ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കഞ്ചാവ് കേസായിരുന്നു. അതും കുഴപ്പമില്ല, വേടനെ വെറുതെ വിട്ടു. അടുത്തത് പീഡന പരാതി. പെണ്ണെവിടെ സ്ട്രോങ് ആണല്ലോ അല്ലേ? നമുക്കത് ആ ന്യൂസ് ഒന്ന് കാണാം. ഓഗസ്റ്റ് മാസത്തിലാണ് വേടനുമായി പരിചയപ്പെടുന്നത്. വേടന്റെ ചില ആൽബങ്ങളും പാട്ടുകളും ഒക്കെ കണ്ട ഇൻസ്റ്റാ പേജിലൂടെ താൻ വേടന് ഒരു മെസ്സേജ് അയക്കുകയായിരുന്നു. വേടന്റെ ചില അഭിമുഖങ്ങളിലെ തിരുത്തലുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു താൻ മെസ്സേജ് അയച്ചത്. അതൊരു പരിചയമായി തന്നോട് പരിചയപ്പെടണം എന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് 2021 ഓഗസ്റ്റ് മാസം ഉച്ചയ്ക്ക് 1 മണിക്ക് കോഴിക്കോട് താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വേടൻ വന്നു. അവിടെ അന്ന് ഒരു ബെഡ് ഇട്ടാണ് ഇരുന്നത്. അവിടെ വെച്ച് തന്നോട് ഉച്ചയ്ക്ക് 1 മണിക്ക് കേട്ടോ, 1:30 അല്ല, 12:45 അല്ല, കൃത്യം 1 മണിക്ക്. സമയം വരെ ഓർത്തിരിപ്പുണ്ട്. യുവ ഡോക്ടറിൻ്റെ ബുദ്ധി, ഓർമ്മശക്തി. എൻ്റെ വിവരമില്ലായ്മ കൊണ്ട് ബുദ്ധി എന്ന് പറഞ്ഞതാണ്, ഓർമ്മശക്തി. ായി തന്നെ ഇത്തരത്തിൽ വേടൻ പീഡിപ്പിച്ചിട്ടുണ്ട്. അത് കോഴിക്കോട്ട് വെച്ച് മാത്രമല്ല, കൊച്ചിയിലെ തന്റെ താമസ സ്ഥലത്ത് വെച്ചും ഏലൂരിലെ തങ്ങളുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചും വേടൻ തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. മാത്രവുമല്ല, സാമ്പത്തികമായി വേടനുമായി ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് വേടൻ ഇത്ര സാമ്പത്തിക ശേഷിയൊന്നുമുള്ള ആളായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് 2021 ഡിസംബർ മുതൽ 2023 വരെയുള്ള കാലഘട്ടങ്ങളിൽ പലപ്പോഴായി വേടൻ തന്റെ പക്കൽ നിന്ന് 31,000 രൂപ വാങ്ങിയിട്ടാണ്. ഇതിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും ജിപേ വിശദാംശങ്ങളും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്, അതിന്റെ തെളിവിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. 5 വർഷം വേണ്ടി വന്നു. ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള ഡോക്ടർ എന്തുകൊണ്ട് 2021 പീഡിപ്പിച്ച കാര്യം പറഞ്ഞില്ല? അതിലെന്തോ ഒരു ദുരൂഹത ഇല്ലേ? അപ്പം പിന്നെ വേടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ?